ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി കായ്പോളൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. ഇനി ഇതിനെ ഒന്ന് ചെറുതായി ഒന്ന് അധികം ചെറുതാക്കാതെ ഒരു 4 പൊളിയാക്കിയിട്ട് അങ്ങനത്തെ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ചെറുതാക്കരുത് കേട്ടോ. ഒരുപാട് അത് വല്ലാണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു 4 കഷ്ണമായി മുറിക്കുന്ന ഒരു രീതിയിലെടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചട്ടിയിലേക്ക്. അതിൽ ഒരു 50 ഗ്രാം പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തീ അധികം അങ്ങോട്ട് കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ലെവലിൽ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം മൂത്ത് അങ്ങോട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി കുറച്ചുകൂടി നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി. അപ്പോൾ ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്തോളൂ. ഇവിടെ അത്രയ്ക്ക് ഉണക്കമുന്തിരി ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് ബബിൾസായി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതായിട്ടിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് കുറച്ചുകൂടി ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പഴം ഉണ്ടല്ലോ മുറിച്ച് വെച്ചത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് നല്ലതുപോലെ ഉടഞ്ഞ് വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമുക്ക് നിർത്താം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് പാനിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. അടിപൊളി ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കരിഞ്ഞിട്ടുമില്ല, ഒരുപാട് ആയിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് പഞ്ചസാര അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പഞ്ചസാര. അത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പാൽ ആവശ്യമുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 പഴത്തിന് 4 കോഴിമുട്ട അങ്ങനത്തെ ഒരു അളവിലാണ് എടുത്തേക്കണത്. അപ്പോൾ 4 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 അളവ് കൂട്ടരുത്. അപ്പോൾ ഇതിനനുസരിച്ച് ടേസ്റ്റ് മാറിക്കളയും കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങൾക്ക് കുറച്ച് തോനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇതിപ്പോൾ ആ പാകത്തിനുള്ള മധുരമായിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം നല്ലതുപോലെ നിൽക്കണം പറഞ്ഞാൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ മുട്ടയൊക്കെ അങ്ങോട്ട് നല്ലതുപോലെ മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നേന്ത്രപ്പഴം വഴറ്റിയതുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ലതുപോലെ യോജിക്കാൻ വേണ്ടിയിട്ടാണ്. 3-4 മിനിറ്റ് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ ഒന്ന് ചൂടാക്കി വെക്കാം. കുക്കർ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് ദോശക്കല്ലില്ലേ അത് നല്ലതുപോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലോട്ട് കുക്കർ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് വേണ്ടി വരും കേട്ടോ അതൊന്ന് വെന്ത് വരാൻ. അപ്പോൾ ഏകദേശം ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ബാക്കി അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ വെതറി എല്ലാവിടെയും നാണ പോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കാം. ഇനി അത് അങ്ങോട്ട് വെന്തോട്ടെ. അപ്പോൾ നമ്മുടെ അടിപൊളി കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പഞ്ചസാര എന്തിനാണ് പൊടിച്ച് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോമ്പ് സമയത്ത് വേഗം തന്നെ പണികളെല്ലാം തീർക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കണത് അല്ലേ. അപ്പോൾ വേഗം പഞ്ചസാരയൊക്കെ പൊടിച്ച് ചേർത്താൽ നമുക്ക് നമ്മുടെ പണിയും വേഗമാകും. അപ്പോൾ പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തത്. ചിലവർക്ക് ഏലക്കായൻ്റെ കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ അത് ആ പഞ്ചസാരയിൽ പൊടിച്ച് ചേരുമ്പോൾ അതും കിട്ടില്ല, അതിൻ്റെ മണം കിട്ടും അടിപൊളിയായിട്ട്.
അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ കാണും വരയ്ക്കും ടാറ്റാ.